കപ്പയും വരാല് കറിയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഹായ് ഹലോ ഇറ്റ്സ് മീ അഞ്ജൂസ്. നമ്മളിത് കടയിൽ നിന്ന് മേടിച്ച വരാലൊന്നും അല്ല, നമ്മുടെ ഇവിടെ ചൂണ്ടയിട്ട് പിടിച്ചതാണ്. അപ്പോൾ അതിനെ നമ്മളൊന്ന് കറി വെക്കാൻ പോവാണ്. അതിന് മുമ്പ് നമുക്ക് കപ്പ എങ്ങനെയാണ് റെഡിയാക്കി നോക്കാം. മീൻകറി എല്ലാം റെഡിയാക്കി മീൻകറിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പ കൊത്തി കുക്കറിലാണ് നമ്മൾ കപ്പയൊന്ന് വേവിച്ചെടുക്കുന്നത്. ഒറ്റ ഫിസിലടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് കപ്പയൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഈ സമയത്ത് നമുക്ക് ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പും മീൻകറി റെഡിയാക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ നമ്മളങ്ങനെ കുക്കറിൽ ഒറ്റ വിസിലടിക്കാൻ വേണ്ടിയിട്ട് കപ്പ വയ്ക്കുകയാണ്. ആ സമയത്ത് നമ്മൾ തേങ്ങ നമുക്ക് അരപ്പിന് ആവശ്യമുള്ള തേങ്ങ എടുക്കാം. തേങ്ങ, ചുമന്നുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, നല്ല ജീരകം, ഇത്രയാണ് നമ്മൾ ഒതുക്കിയെടുക്കുന്നത്. ഒറ്റ തവണ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചു. മീൻകറിക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് ഉലുവയും കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് കുറച്ച് കുനുകുന അരിഞ്ഞ് വെച്ചിട്ടുള്ള ചുമന്നുള്ളി ഇടാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചുമന്നുള്ളി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഒരു പിടി ചുമന്നുള്ളി അല്ലാതെ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് സമയം ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ചേരുവകൾ ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് രണ്ടും ഇട്ടതിന് ശേഷം കുറച്ച് സമയം നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്താണെന്ന് വെച്ചെന്നാൽ അല്ലെങ്കിൽ പച്ചമണം മാറത്തില്ല. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ പച്ചമണം മാറാനും നന്നായിട്ടൊന്ന് മൂത്ത് വരാനും വേണ്ടി കുറച്ച് സമയം അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ പൊടിയെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാക്കണം. കാരണം അല്ലെങ്കിൽ നേരെ നമ്മൾ ആ ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടി ഇങ്ങനെ കട്ട കെട്ടി കിടക്കും. അപ്പോൾ അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. കാരണം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കറിയായി വരുന്ന സമയത്ത് കറിക്ക് നല്ല എണ്ണ തെളിഞ്ഞ് നല്ലൊരു കളറും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചാറിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കല്ലുപ്പ് ഇട്ടു, പിന്നെ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാറ് നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് മീനിടാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചാറ്. ആ സമയത്ത് നമ്മൾ മീൻ പെറുക്കിയിടുകയാണ്. മീൻ ഇട്ട് കഴിഞ്ഞാലും കുറച്ച് സമയം നന്നായിട്ട് തിളച്ച് അതൊന്ന് വെന്ത് വരുന്ന നേരത്തേക്ക് നമുക്ക് തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെക്കുന്ന സമയം കൊണ്ട് മീനൊന്ന് നല്ല ഒരു എണ്ണയൊക്കെ ഉപ്പും പുളിയെല്ലാം പിടിച്ച് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് നല്ല സെറ്റായി വരും. ആ സമയത്ത് നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കപ്പയിലേക്ക് ആവശ്യത്തിന് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം ഒരു ആവിക്ക് വേണ്ടിയിട്ട് വീണ്ടും വെക്കണം. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ കുഴച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിലും നമുക്കിടാം. നോക്കാം ആ സമയത്ത്. അതല്ല നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ ഒഴിച്ച് കൊടുത്തിട്ടില്ല. നമ്മുടെ മീൻകറി ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ വേവിച്ചതും വരാൽ കറി റെഡി. അപ്പോൾ ഒരു കട്ടൻ ചായയും. ഓക്കെ, താങ്ക് യു.